ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ മീറ്റിംഗ് കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കർത്താവിൻ്റെ മുൻപിൽ ദൈവശബ്ദം കേൾക്കുവാൻ, നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ചെയ്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. അല്പനിമിഷം ധ്യാനിപ്പാൻ 41-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. 41-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ചിന്തിക്കാൻ ഉള്ള ഒരു വേദാംശമാണ് ഇന്ന് പകൽക്കാലം കർത്താവ് നൽകിയിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഈ ആമേൻ സ്തോത്രം സങ്കീർത്തനം. അതിനകത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് പകൽക്കാലം നിറഞ്ഞു നിൽക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാമല്ലോ. ഇവിടെ ആമേൻ സ്തോത്രം ആമേൻ ദാവീദ് 39-ാം സങ്കീർത്തനം മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദാവീദിൻ്റെ ധ്യാനത്തിനകത്ത്, ദാവീദിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ 40-ാമത്തെ സങ്കീർത്തനം നമ്മൾ ചിന്തിക്കുമ്പോഴും 40-ാം സങ്കീർത്തനത്തിനകത്ത് വരുമ്പോഴും ആമേൻ ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് ആമേൻ എൻ്റെ നിലവിളി കേട്ടു എന്നും നമുക്കവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ഭാഗം ചിന്തിച്ചു വരുമ്പോൾ തന്നെ 8-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയില്ല, യഹോവയെ നീ അറിയുന്നു. ആമേൻ. ഇങ്ങനെ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ യാചിക്കുന്ന ഒരു യാചന നമുക്കിവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. അടുത്തതിൻ്റെ 8-ാമത്തെ വാക്യം പറഞ്ഞിങ്ങനെയാണ്: എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ആമേൻ പ്രിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ന്യായപ്രമാണം പ്രൈസ് ദി ലോർഡ് എൻ്റെ ഉള്ളിലിരിക്കുന്നു. ആമേൻ. അവൻ 39-ാം സങ്കീർത്തനം, 40-ാം സങ്കീർത്തനം, 41-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ദാവീദിന് ഏറ്റവും കൂടുതൽ ദാവീദ് പറയുന്ന ഒരു കാര്യം ഇതാണ്: എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ, എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. ആമേൻ. ദാവീദ് ദൈവസന്നിധിയിൽ ഒരു രാജാവാണ്. അപ്പോൾ തന്നെ ദാവീദിൻ്റെ ഓരോ ആവശ്യങ്ങളും അറിയുന്ന ഒരു വലിയ ദൈവം ദാവീദിൻ്റെ മുൻപിൽ ഉണ്ട് എന്ന് ആമേൻ ഒന്നുകൂടെ ദാവീദ് മനസ്സിലാക്കി തരികയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, ഇവിടെ വായിക്കുന്നത്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ആമേൻ. ഓരോ വാക്യത്തിനകത്തും ദാവീദ് കൊണ്ട് കൊള്ളിച്ചിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്: അവൻ എളിയവനാണ്. സ്തോത്രം. ആമേൻ. എത്രത്തോളം എളിമ ധരിക്കുമോ അത്രത്തോളം ദൈവം ദാവീദിനെ മാനിക്കുമെന്നുള്ള കാര്യത്തിൽ ഇന്ന് പകൽക്കാലം തർക്കമില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ ആമേൻ ഭാരത്തോടും വേദനയോടും ദാവീദ് ദൈവസന്നിധിയിൽ കരയുന്നതും പ്രാർത്ഥിക്കുന്നതുമായ നിരവധി വിഷയങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം താൻ പറയുന്ന ഇങ്ങനെയാണ്: അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ എന്ത് ചെയ്യും? വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ദാവീദിനറിയാം, ഞാൻ ദൈവസന്നിധിയിൽ എന്തുമാത്രം ആമേൻ പ്രാർത്ഥിക്കുമോ അത്രയും വിടുതൽ ദാവീദിൻ്റെ മേൽ ഉണ്ട് എന്നുള്ള കാര്യം ദാവീദിന് നല്ലവണ്ണം അറിയാം. അങ്ങനെയെങ്കിൽ ദാവീദ് ദൈവസന്നിധിയിൽ എത്രത്തോളം എളിമപ്പെടാൻ കഴിയുമോ അത്രത്തോളം എളിമപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ആമേൻ ദാവീദ് നിൽക്കുമ്പോൾ ആമേൻ. എന്നാൽ സദൃശ്യവാക്യങ്ങൾ 14-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവനോട് കൃപ തോന്നുന്നവനെ ആമേൻ അവൻ ആരെന്നറിയാമോ? ഭാഗ്യവാൻ. എളിയവനോട് കൃപ തോന്നുന്നവനോ ഭാഗ്യവാൻ. ആമേൻ. അപ്പോൾ ഇവിടെ ശലോമോൻ ജ്ഞാനിയും വളരെ ശക്തമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യം ഇതാണ്: കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം നമുക്ക് തരുന്ന സമയം എന്ന് പറയുന്നത് ചെറുതല്ല. കർത്താവ് നമുക്ക് തരുന്ന സമയം വലിയ സമയമാണ്. ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഓരോ അഭിഷക്തന്മാരുടെ മേലും ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ സദൃശ്യ വാക്യങ്ങളുടെ 14-ാമത്തെ 31-ാമത്തെ വാക്യം പറയുന്നു, എളിയവനെ പീഡിപ്പിക്കുന്നവൻ, സ്തോത്രം, അവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. കണ്ടോ? ആമേൻ. സൃഷ്ടാവിനെ എന്ത് ചെയ്യുന്നു? നിന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. അപ്പോൾ ഓരോ വാക്കുകളും നമ്മൾ ദൈവസന്നിധിയിലേക്കൊന്ന് കൊണ്ടുവരുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കണമേ. പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവാത്മാവ് നമ്മോട് എന്താണോ സംസാരിക്കുന്നത് അതനുസരിച്ച് മുൻപിലോട്ട് കാര്യാദികൾ ക്രമീകരിക്കുമെങ്കിൽ അതിനകത്ത് വലിയൊരു ആമേൻ റിസൾട്ട് ദൈവം തരും. അതാണ് ഇവിടെ ദാവീദ് പറഞ്ഞത്, എളിയവനെ ആദരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ആരെന്നറിയാമോ? ഭാഗ്യവാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം അവനെ വിടുവിക്കുന്നത് ചെറിയ വിടുതലല്ല, വലിയ വിടുതലിലേക്ക് ദൈവം അവനെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏത് ഭാഗം നമ്മളെടുത്ത് പഠിച്ചാലും, ആമേൻ, 37-ാമത്തെ സങ്കീർത്തനം, ആമേൻ, അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് വളരെ ശക്തമായിട്ട് ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. 19-ാമത്തെ വാക്യം, ആമേൻ, സ്തോത്രം, ദുഷ്കാലത്ത് അവർ ലജ്ജിച്ച് പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. കണ്ടോ? ആമേൻ, സ്തോത്രം. എളിയവനെ ആദരിക്കുന്നവരുടെ കാര്യമായി ഇവിടെ പറയുന്നത് എന്താണ്? ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല. എന്നാൽ ഇന്ന് പകൽക്കാല ദൈവപൈതലെ, ആമേൻ, നീതിമാന് വേണ്ടി അല്ലെങ്കിൽ എളിയവനെ ആദരിക്കുന്നവന് വേണ്ടി ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അതാണ് സദൃശ്യ യെശയ്യാവിൻ്റെ പുസ്തകം 41-14 പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞുങ്ങൾ ഏത് ഭാഗത്തേക്ക് പ്രാർത്ഥനയോടെ ഇറങ്ങുമോ, ചില ഞെരുക്കങ്ങളും ചില പ്രയാസങ്ങളും ചില ബുദ്ധിമുട്ടുകളും ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുമെങ്കിലും അതിനപ്പുറത്ത് ഒരു വലിയ റിസൾട്ട് ദൈവം ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കർത്താവ്, ആമേൻ, വലിയ കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ, ആമേൻ, ഭാരപ്പെടേണ്ട. ദൈവം, ആമേൻ, എല്ലാ കാര്യങ്ങളും ചന്തമായി ചെയ്യുന്ന ദൈവമാണ്. അത് വളരെ ശക്തമായി, ആമേൻ, ദാവീദ് അവിടെ വിളിച്ചു പറയുക. കണ്ടോ? ഇവിടെ വായിക്കുന്നത്, ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. ആമേൻ. ദുഷ്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചിലർ പറയാറില്ലേ, കഷ്ടകാലമാണ്, ഇപ്പോൾ ഒന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല, വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ എത്തുന്നില്ല. ആമേൻ. പലപ്പോഴും ഞാൻ ചിന്തിച്ചു ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്, അവിടെയൊന്നും വേണ്ടും വണ്ണം എത്തുന്നില്ല. കാരണം അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ചില കാര്യങ്ങൾ ക്രമീകരിച്ച് മുമ്പിലോട്ട് വരുമ്പോൾ അതിൻ്റെ നിലയിലുള്ള ക്രമീകരണങ്ങൾ സ്വർഗത്തിലെ ദൈവം കാര്യങ്ങൾ അതിൻ്റെതായ ഭംഗിക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഇവിടെ വായിക്കുന്നത്, ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. ആമേൻ. എന്നാൽ 20-ാം വാക്യം പറയുന്നു, എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും, യഹോവയുടെ ശത്രുക്കൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയിലേക്ക്, ആമേൻ, നോക്കിക്കേ, ദൈവം, ആമേൻ, പറയുന്നുണ്ടോ, എന്നാൽ അവൻ ദുഷ്ടന്മാർ എന്ത് ചെയ്യും? നശിച്ചു പോകുമെന്നാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ചില വേദനകളും വിഷമങ്ങളും ചില സങ്കടങ്ങളും അത് ചെറുതല്ല, അത് നല്ല വലിയ ചില നന്മകൾ പ്രാപിക്കേണ്ടത്. ഇവിടെ നമ്മൾ സദൃശ്യാധ്യായങ്ങൾ വായിക്കപ്പെടുമ്പോൾ കേട്ട വാക്യമാണ്. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ ആമേൻ, സ്തോത്രം, 41-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഓരോ എളിമത്വവും വലിയ അത്ഭുതങ്ങളിലേക്ക് ദൈവം നടത്തിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഈ പ്രഭാതത്തിൽ കർത്താവ് തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങളെ പരിപാലിച്ചു.
ആമേൻ, ഒരു പകൽ മുഴുവൻ ഞങ്ങളെ പരിപാലിച്ചു. കർത്താവ് ഇന്ന് പകൽക്കാലവും ഞങ്ങളെ മാനിക്കണം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം. ഇന്ന് ചെയ്യേണ്ട കാര്യാദികൾ കർത്താവ് ഭംഗിയാക്കി ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ യാത്രകളിലും വാഹനത്തിലെല്ലാം ദൈവം സൂക്ഷിക്കണം. വിദേശത്തിരുന്നും സ്വദേശത്തിരുന്നും ഇന്ത്യയുടെ പല ഭാഗത്തും ഇരുന്നു കൊണ്ട് ലോകരാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുന്ന ദിവസമാക്കി ദൈവം തീർക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.